എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രി വിഭാഗം കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് poly.admission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ലാറ്ററൽ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി 2025-26 എന്നുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് 11/6/2025 മുതൽ 13/6/2025 വരെ ജില്ലാതലത്തിൽ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന കൗൺസിലിംഗിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ 9, 10 തീയതികളായിട്ട് നടക്കുന്നതായിരിക്കും എന്നുള്ള കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ പേജിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വയനാടും ഇടുക്കിയും നിങ്ങൾക്ക് ഈ ഒരു 3 കോളേജുകളാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക. 3 കോളേജുകൾ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വയനാടും ഇടുക്കിയും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കാനായിട്ട് എക്സ്ട്രാ ആയിട്ട് കൊടുത്ത് അങ്ങനെ 5 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ കൊടുക്കുന്ന 3 ഓപ്ഷനും അതിൻ്റെ കൂടെ വയനാടും ഇടുക്കിയിലെയും പോളിടെക്നിക് കോളേജുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു പോളിടെക്നിക് കോളേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതേ രീതിയിൽ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ, അതുപോലെ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് വീണ്ടും അടുത്തൊരു പോളിടെക്നിക് കോളേജ് നൽകുകയും അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രിൻറ്റ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓരോ പോളിടെക്നിക് കോളേജ്, നോഡൽ പോളിടെക്നിക് കോളേജിലേക്കും, അതായത് ജസ്റ്റ് നിങ്ങളിപ്പോൾ ആദ്യത്തെ 3 പോളിടെക്നിക് കോളേജിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അതോടൊപ്പം എക്സ്ട്രാ വയനാട്, അതുപോലെ ഇടുക്കി എന്നിവ കൊടുക്കാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ 5 എണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 പ്രാവശ്യം ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ സ്ലിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തു. അതിനുശേഷം വൺ ടൈം രജിസ്ട്രേഷനല്ല കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തു. അതിനുശേഷം കൗൺസിലിംഗ് രജിസ്ട്രേഷൻ്റെ പ്രിൻറ്റും നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ വാക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ നോഡൽ പോളിടെക്നിക് കോളേജിലും എത്ര വാക്കൻസി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു വാക്കൻസി പൊസിഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു പേജ് ഇതുപോലെ ലോഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിലെ വേക്കൻസിയാണോ അറിയേണ്ടത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ് ഓരോ കോഴ്സുകൾക്കും ഓരോ കോട്ടയിലും എത്ര വീതം സീറ്റുകളാണ് ബാലൻസ് ആയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, അതായത് അവിടെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പച്ച ലിങ്ക് ഇവിടെ കൊടുത്തത് കാണാം. ഒന്നുകിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെതാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിന് നേരെയായിട്ട് ഇതുപോലെ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഡൗൺലോഡ് ഷെഡ്യൂൾ എന്നുള്ള ഭാഗത്ത്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഡൗൺലോഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിന് താഴെയായിട്ട് ഇതുപോലെ ഓരോ ജില്ലയുടെ നേരെയും, അതായത് ഓരോ ജില്ലയിലെ അതായത് ഒരു നോഡൽ പോളിടെക്നിക് കോളേജുകൾക്ക് നേരെയും ഒരു ഡൗൺലോഡ് സിമ്പിൾ കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു ജില്ലയിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ നേരെയുള്ള ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ കോട്ടയത്താണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിന് നേരെയുള്ള ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതായത് ഏത് നോഡൽ പോളിടെക്നിക് കോളേജിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് നേരെയുള്ള ആ ഒരു ഡൗൺലോഡ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ ആ ഒരു ലാറ്ററൽ എൻട്രി വഴിയുള്ള ഡിപ്ലോമ പ്രവേശനം 2025 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജൂൺ 11, 12 തീയതികളിൽ താഴെ കാണുന്ന സമയക്രമത്തിനനുസരിച്ച് ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജ് ആയിട്ടുള്ള കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നു. അപേക്ഷകർ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഫീസും ATM കാർഡും അല്ലെങ്കിൽ PTF ഫണ്ടും അതുപോലെ തന്നെ PTF ഫണ്ട് പണമായിട്ടാണ് വാങ്ങിക്കുക. അതുപോലെ തന്നെ യൂണിഫോം ഫീസും അതും പണമായിട്ടാണ് ഈ സഹിതം രക്ഷിതാവിനോടൊപ്പം കൃത്യസമയത്ത് ഹാജരാവേണ്ടതാണ്.
അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഹാജരാവേണ്ട ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പോളിടെക്നിക് കോളേജിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഞാൻ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ നോക്കുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഗവൺമെൻറ് അതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് അതുപോലെ AHRD പോളിടെക്നിക് കോളേജിലേക്കുള്ള ലാറ്ററൽ എൻട്രി കൗൺസിലിംഗ് നോഡൽ പോളിടെക്നിക് കോളേജ് ആയ മുട്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ വെച്ച് 2025 ജൂൺ 12 തീയതി നടത്തപ്പെടുന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള ഇടുക്കി ജില്ലയിൽ നിന്നും കൗൺസിലിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും താഴെയുള്ള ഷെഡ്യൂൾ പ്രകാരം പങ്കെടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതായത് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് അഡ്മിഷനായിട്ട് പോവേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ ഏത് സമയത്താണ് നിങ്ങൾ കൗൺസിലിങ്ങിനായിട്ട് പോവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഇതുപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് ITI അല്ലെങ്കിൽ KGCE അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ VHSC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ ITI അല്ലെങ്കിൽ KGCE അതുപോലെ തന്നെ +2 അല്ലെങ്കിൽ HSC അല്ലെങ്കിൽ VHSC എന്നിവയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റുകൾ, അതുപോലെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ജാതി അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, പ്രത്യേക കോട്ടയോ സംവരണമോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ ആധാർ കാർഡ്, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ്റെ സ്ലിപ്പ്. അതായത് നിങ്ങൾക്ക് നേരത്തെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ്റെ സ്ലിപ്പ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ വേളയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഫീസ് എന്ന് പറയുന്നത് 17,865 രൂപയാണ്. പ്രസ്തുത ഫീസിൽ നിന്ന് 3,650 രൂപ പണമായും ബാക്കി തുക ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ മുഖേന അടയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൽ നിന്നും നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോളേജിൽ ഇത്ര രൂപയാണ് ഫീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫീസും കാര്യങ്ങളും എത്ര രൂപയാണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിന് നേരെയുള്ള ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ ഏത് ദിവസമാണ് ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനായിട്ട് വരേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അതിന് നേരെയുള്ള ആ ഒരു ഷെഡ്യൂൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് ആ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് ഈ ഒരു കൗൺസിലിങ്ങിൻ്റെ അതായത് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത് എന്നുള്ള കൃത്യമായിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ 12-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ആ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള അപേക്ഷ റാങ്ക് പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള തീയതിയിലും സമയത്തും രക്ഷിതാവിനോടൊപ്പം ആവശ്യമായിട്ടുള്ള അസൽ രേഖകളും അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഫീസും സഹിതം നേരിട്ട് ഹാജരാവേണ്ടതാണ്. ഫീസ് ATM അല്ലെങ്കിൽ ഗൂഗിൾ പേ മുഖേനയും PTF ഫണ്ട് പണമായിട്ടും ഹാജരാക്കേണ്ടതാണ്. അത് പണമായിട്ടും സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ളവരാണെങ്കിൽ 11,000 രൂപയും മറ്റുള്ളവർ 14,245 രൂപയും ഡെബിറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ പേ മുഖേനയും അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ PTA യൂണിഫോമിൻ്റെ ഫീസ് എന്നിവയും നിങ്ങൾ പണമായിട്ട് ആണ് സ്വീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് വരേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ITI അല്ലെങ്കിൽ KGCE എന്നിവയിലുള്ള ആ ഒരു കോട്ടയിലുള്ളവർ 8:30 മുതൽ 9 മണി വരെയാണ്. അതായത് 12/6/2025 അപ്പോൾ ഓൾ സ്റ്റുഡൻറ്റ് ഹൂ ഹാസ് ഡൺ കൗൺസിലിംഗ്, അത് നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാറ്റഗറിയിലെ വിദ്യാർത്ഥികളും 8:30 മുതൽ 9:30 വരെയാണ് ITI അല്ലെങ്കിൽ KGCEയിലെ വിദ്യാർത്ഥികൾ വരേണ്ടത്. അതുപോലെ തന്നെ +2 ആണെങ്കിൽ നിങ്ങൾക്ക് അതായത് +2 ഓർ VHSC ആണെങ്കിൽ 9:30 മുതൽ 10 മണി വരെയും 10:30 മുതൽ 11 മണി വരെയും 11:30 മുതൽ 12:30 വരെയും റാങ്ക് നമ്പർ 1 to 2000 വരെ രാവിലെ 10 മണി വരെ. അതുപോലെ തന്നെ റാങ്ക് 2001 മുതൽ 4000 വരെ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 11 മണി വരെ. റാങ്ക് നമ്പർ 4001 ശേഷം 11:30 മുതൽ 12:50 വരെയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എപ്പോഴാണ് പോവേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അതായത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴാണ് ഇതിന് പോകേണ്ടത് അതായത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അപേക്ഷിച്ച ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൻ്റേത് എപ്പോഴാണ് അതിൻ്റെ ഷെഡ്യൂളിൽ ഡേറ്റ് കൊടുത്തുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും സഹിതം എടുത്ത് നിങ്ങൾ അഡ്മിഷനായിട്ട് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ചെക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.